ശരിക്കുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അത് കർമ്മശാസ്ത്രപരമായ ഒരു നിർവചനം മാത്രമാണ്. എന്നാൽ ഹദീസിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാർ സുന്നത്തുകൾ നിർവചിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ അംഗീകാരങ്ങൾ, ചെയ്യണമെന്ന് റസൂൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതിനെയാണ് സുന്നത്തെന്ന് പൊതുവായി പറയപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഒരു നന്മയിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അത് സുന്നത്തല്ലേ. മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി കേൾക്കുന്ന ഒരു വാക്കാണ്. മതപരമായ പുണ്യകർമ്മങ്ങളിൽ നിന്ന്, സൽക്കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാനുള്ള ന്യായമായി പലപ്പോഴും ആളുകൾ പറയാം അത് സുന്നത്തല്ലേ. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ, നമ്മൾ ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നത് എപ്പോഴാ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അയാൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താണ്? സുന്നത്തിന് ഇസ്ലാം ദീനിലെ പ്രാധാന്യം മനസ്സിലാക്കാൻ 1, 2, 3 ഉദാഹരണം മാത്രം. ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആദ്യം അയാൾ ഉച്ചരിക്കേണ്ട, മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം ഏതാണ്? ഹസീബ് എന്ന് പറഞ്ഞതുപോലെ തുറന്ന ഒരു സംസാരമാണ്. ഇതിൽ വേറെ യാതൊരു വളച്ചുകെട്ടലും ഇല്ല. മനസ്സറിഞ്ഞ് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കാൻ ആദ്യമായി പറയേണ്ട പ്രഖ്യാപനം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുമോ? ഒരാൾ ഇസ്ലാം പൂർത്തിയാകുമോ? ഉണ്ടോ? അതിന്റെ കൂടെ അത്ഫ് ചെയ്ത് രണ്ടാമതായി പറയണം എന്ത്? വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പോരാ, വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടെ സാക്ഷ്യപ്പെടുത്തി നാവ് കൊണ്ട് ഒരുമിച്ച് പറഞ്ഞാലേ അവൻ ആരായി പറയുള്ളൂ, അവൻ ആരായി അംഗീകരിക്കുള്ളൂ? മുസ്ലിമായി അംഗീകരിക്കുള്ളൂ എന്നത് അള്ളാഹു വെച്ച വ്യവസ്ഥയാണ്. അള്ളാഹുവിന്റെ ദീനിന് പ്രവാചകന്റെ കയ്യൊപ്പ് നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടാണ് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 5 വക്തും വിളിച്ചു പറയപ്പെടാൻ പള്ളികളിൽ നിന്ന്. എന്താ വിളിച്ചു പറയുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അടുത്തെന്താ വിളിച്ചു പറയാ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ എടുത്തു നോക്കി. നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടുണ്ടാകുന്നത് എന്തുണ്ടാകും? വ അത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. ആ 23 വർഷക്കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാനായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനം, ആ ഖുർആൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടത് എന്നതിനുള്ള വ്യാഖ്യാനമാണ് 23 വർഷ കാലഘട്ടത്തിലെ ആ പ്രവാചകന്റെ ജീവിതം. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് സുന്നത്താണ്. അൽ മുഅ്മിനെ, ഖുർആനും സുന്നത്തുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രമാണമായി ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശരിക്കും ആ കാര്യങ്ങളെ പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ, വമാ യൻതിഖു അനിൽ ഹവാ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വെറുതെ സംസാരിക്കുന്ന ആളല്ല. സ്വന്തം ഇഷ്ടപ്രകാരം അവിടത്തേക്ക് നൽകപ്പെടുന്ന കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കണം. റസൂൽ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. ഹദീസിലെ പ്രയോഗ, റസൂൽ പറഞ്ഞ വാചക, അലാ നിങ്ങൾ അറിയണം, ഇന്നി ഊതീതുൽ കിതാബ, എനിക്ക് കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, അതുപോലെയുള്ള ഒന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്തിനെ പറ്റിയാ പറഞ്ഞത്? ഖുർആനെ പറ്റി പറഞ്ഞില്ലേ? അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, അതുപോലെയുള്ള മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുന്നത്തിന്റെ പ്രാമാണികതയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. റസൂൽ പറഞ്ഞില്ലേ, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ ഞങ്ങളോട് ഉപദേശം നടത്തി. ആ ഉപദേശത്തിൽ നേരത്തെ സംസാരിച്ചു പറഞ്ഞതാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കക്ഷി മാത്സര്യങ്ങളുണ്ട്, ദിനേന എന്നോണം പുതിയ പുതിയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഏതുമാകട്ടെ
നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോന്നിന്റെയും നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുക. അത് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കാൻ റസൂൽ പറഞ്ഞതാണ്, എന്റെ കാലശേഷം മൻ യഇശ് മിൻകും ബഅദി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണേണ്ടി വരും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരുമ്പോ മനം മടുക്കലല്ല, നിസ്സംഗത കാണിക്കലല്ല, പുറകോട്ട് വലിയലല്ല. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നിന്റെ ലേബലായി അറിയപ്പെട്ടാൽ അത് പ്രയാസമാണെന്ന് വിചാരിച്ച് ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതുബോധത്തിന് വേണ്ടി മാറി നിൽക്കലല്ല. അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, പ്രവാചകന്റെ ജീവിതത്തെ, വാചകത്തെ, കൽപ്പനകളെ അതുപോലെ ശിരസാവഹിച്ച ഉത്തമരായ ആ ഖുലഫാഉർ റാഷിദിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. റസൂൽ പറയാണ്, അങ്ങനെ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലമത്രയും ഒരിക്കലും നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ ഒരു അണുകിട വ്യതിചലിച്ചു പോകൂല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. ഒന്നെന്താ? കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാകുന്ന വിശുദ്ധ ഖുർആനും വസുന്നത നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ആ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. എത്ര ഹദീസുകളാണെന്നറിയോ? ഖുർആന്റെ എത്ര ആയത്തുകളാണെന്നറിയോ? ആ വിശുദ്ധ ഖുർആനിന്റെ കൂടെ റസൂലുള്ളാഹിനെ ചേർത്തു പറയാത്തതൊന്നും കാണാൻ കഴിയൂല. അത് രണ്ടുമില്ലാതെ ഒരാളുടെ വിശ്വാസം പൂർണ്ണമല്ല, ഒരാളുടെ ജീവിതം പൂർണ്ണമല്ല, ഒരാളുടെ അമലുകൾ പൂർണ്ണമല്ല. ഒരു മനുഷ്യന്റെ അമല് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, സ്വീകരിക്കപ്പെടുന്ന ഒരു കർമ്മമായി നമ്മുടെ ഒരു അമൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഒരു ഷർത്താണെന്ത്? ഇത്തിബാഉർ റസൂൽ. ഒരു ഷർത്ത് എന്താ? പ്രവാചകന്റെ കയ്യൊപ്പ് വേണം, അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പ് വേണം. വുളൂ ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്തേതു മനുഷ്യന്റെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വഹ്യ് പോലെ ക്രോഡീകരിക്കപ്പെട്ട് അങ്ങനെ അക്കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും, വിശുദ്ധ ഖുർആന്റെ ഏകീകരണം ഉള്ളതുകൊണ്ട് ഹദീസിന്റെ വന്നിട്ടില്ലെങ്കിലും, നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രവാചക ജീവിതത്തിൽ വന്നിട്ടുള്ള വാക്കുകളെ, പ്രവർത്തനങ്ങളെ, ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ, രാവിലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പകൽ ആരംഭിക്കുന്ന ആ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ആ കിടപ്പറയിലേക്ക് പോയി കിടക്കുന്നത് വരെയുള്ള ഓരോ അനക്കങ്ങളും മടക്കങ്ങളും വളരെ വസ്തുതാപരമായി സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം സഹാബത്ത് ഉദ്ധരിക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി പറയും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സഹോദരങ്ങളെ, ഇത് സുന്നത്തിന്റെ ആധികാരികതയെ, പ്രാധാന്യത്തെ പ്രസംഗിക്കാനുള്ള. ഇന്ന് ചോദിക്കട്ടെ ആത്മാർത്ഥമായിട്ട്, ഇന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റപ്പോ എത്ര പേരാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞവരാരാ? മറന്നുപോകാതിരുന്നവർ. അഫല്ലാഹു അമ്മാ സലഫ്, മറന്നുപോയത് അല്ലാഹു പുറത്തിരട്ടെ. ആ പ്രവാചകന്റെ സുന്നത്തുകൾ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രമല്ല, പ്രവർത്തനങ്ങളിൽ. ഞാൻ ഈ സുന്നത്തിന്റെ ഭാഗം മാറ്റിവെച്ച അത് പറയാൻ വേണ്ടിയിട്ടാ. നമ്മള് ഒരു കാര്യം ഞാൻ അടിസ്ഥാനപരമായി പറയാം. ഉമറാക്കൾ ഇരിക്കുന്നുണ്ട്, ഉലമാക്കൾ ഇരിക്കുന്നുണ്ട്, ഇതിന്റെ സേവകരായ ആളുകളായി നമ്മൾ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും നിരാശ തോന്നും, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാനത് ചെയ്തു, ഞാൻ ഒറ്റക്കാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. ആ നിയ്യത്തിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് മനുഷ്യരെന്ന നിലക്ക് വേദന ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, മനുഷ്യ ചാബല്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തകരെ, നേതാക്കളെ, ഭാരവാഹികളെ, ഖുത്ബ പറയുന്നവരെ, ഖതീബുമാരെല്ലാവരും ഉണ്ട്. ഒറ്റക്കാണിയെ കുറിച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഒരു ഖതീബ് വെള്ളിയാഴ്ച വന്ന് ഖുത്ബ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തീയ വാങ്ങി മാത്രം പോകുന്ന ഖതീബാകരുത്. ഏത് മഹല്ലിലാണോ ആ മഹല്ലിന്റെ ചലനങ്ങൾ അറിയുന്ന, അവിടുത്തെ വരുമാനം അറിയുന്ന, അവിടുത്തെ ഭാരവാഹികൾ അറിയുന്ന, ആ നാടിന്റെ സാമൂഹ്യം അറിയുന്ന, അവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം, പള്ളിയിലെ ഇമാമത്ത്, അവിടുത്തെ ഖുർആൻ ക്ലാസ്, അവിടുത്തെ വിജ്ഞാനവേദി, ആ മഹല്ലിലെ
പിണക്ക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മസ്ലഹത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിൽ വിദ്യാഭ്യാസപരമായി, നവോത്ഥാനമായി, സാംസ്കാരികമായി, സാമൂഹ്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു മഹല്ലിന്റെ നേതാവായി ഓരോ ഖത്തീബുമാരും മാറണം. നേരത്തെ പറഞ്ഞില്ലേ, ലോകം മൊത്തം മാറ്റല്ല, നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാതൃകാപരമായി. പിന്നെ ഇത് ദുനിയാവാണ്. ഒരാൾക്ക് വേണ്ടി പരിപൂർണമായി ദുനിയാവിൽ നിന്ന് ഒരു പ്രതിഫലം തരാൻ കഴിയില്ല. ഇവിടെ ചെയ്തതിന്, പറഞ്ഞതിന്, പ്രവർത്തിച്ചതിന് പരിപൂർണമായ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ വേദിയിലല്ലാതെ ദുനിയാവിൽ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് മൗഢ്യമാണ്. അതുകൊണ്ട് എല്ലാവരും, പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരുപാട് മാറാനുണ്ട് സഹോദരങ്ങളെ, ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നാടിന്റെ മുഖമുദ്രയാണ്, പള്ളിന്റെ സെക്രട്ടറിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിമർശനാന്നുള്ളത്. പകരം ഞാൻ എന്നോടും, ഞാനൊരു സെക്രട്ടറി ആയിട്ട് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനൊരു സെക്രട്ടറി അതുകൊണ്ട് പറഞ്ഞുള്ളൂ. അപ്പോ നമ്മളാണ് നാട്ടിലെ മുഖം, നമ്മളാണ് മുഖം, നമ്മളാണ് യോഗം നിയന്ത്രിക്കുന്നത്. ആ നമ്മള് നമ്മുടെ പെരുമാറ്റത്തിലോ വാക്കിലോ സംസാരത്തിലോ ഇടപാടിലോ അത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ ചൂണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ അതിന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണെന്നറിയോ? ആർക്കാണ് ആ മാതൃക എന്നറിയോ? ലിമൻ കാന യർജുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വൽ യൗമൽ ആഖിർ, നാളെ ഒരു പരലോകം വരാനുണ്ട്, ഇത് ദുനിയാവാണ്, ഇത് അവസാനിച്ച് പരലോകം വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, വദക്കറല്ലാഹ കസീറ, ധാരാളമായി റബ്ബിനെ, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ജീവിതത്തിലും സംസാരത്തിലും ഇടപാടിലും എല്ലായിടത്തും അല്ലാഹുവിനെ നിരന്തരമായി ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. സുന്നത്ത് പിൻപറ്റണം, പിന്തുടരണം, സുന്നത്തിന്റെ വഴിയിൽ ജീവിക്കണം എന്നതിന് അല്ലാഹു വെച്ച നിബന്ധനകളാണ് ഇതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയവരല്ല നമ്മളാരും. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയവരല്ല ഈ പറയുന്ന ഞാനും, നമ്മൾ ഒരാളും റസൂലിനേക്കാൾ വലിയവരല്ല, റസൂലിനേക്കാൾ തിരക്കുള്ളവരല്ല, റസൂലിനേക്കാൾ വലിയ സമ്പന്നരല്ല, റസൂലിനേക്കാൾ വലിയ ഉത്തരവാദിത്തമുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് അങ്ങക്ക് അല്ല തന്ന ആ റഹ്മത്തില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, ലിൻതലഹും, നിങ്ങൾ ജനങ്ങളോട്, നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളോട് വളരെ സോഫ്റ്റായി നിങ്ങൾ പെരുമാറിയത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്, പരുക്ഷ സ്വഭാവത്തിന്റെ, ഹൃദയത്തിന്റെ ഉടമയായി ഒരു പരുക്കൻ സ്വഭാവത്തിൽ നിങ്ങൾ പെരുമാറിയെങ്കിൽ, ലൻ ഫല്ലൂ മിൻ ഹൗലിക്, ഇന്ന് പൂവുകളിലെ ആ തേൻ നുകരാൻ ആ വണ്ടുകൾ വരുന്നത് പോലെ, തേനീച്ചകൾ വരുന്നത് പോലെ ആർത്തിരമ്പി നിങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് നിങ്ങളുടെ ആ സ്വഭാവത്തിന്റെ മഹിമയാണ്. അതിന് പകരം നിങ്ങൾ ഒരു പരുഷ സ്വഭാവമായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് പറന്നകന്നു പോകുമായിരുന്നു അവരെന്നാണ്. ഇത് റസൂലുള്ളയോട് മാത്രമുള്ളതല്ല സഹോദരങ്ങളെ, ആ റസൂലുള്ളയെ പിൻപറ്റണമെന്ന് പറഞ്ഞ എന്നോടും നമ്മൾ ഓരോരുത്തരോടുമുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മൾ ഇടപെടുന്ന മനുഷ്യരോട്, നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളോട് അങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ താഴെയുള്ളവരുടെ കരുണ കാണിക്കുകയും, അങ്ങനെ പ്രവാചക ജീവിതത്തിന്റെ അനുധാവന മാതൃകളായി നമുക്ക് ജീവിക്കാൻ കഴിയാതിരുന്നാൽ, വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്കിനോട് കൂറുപുലർത്താത്തവരായി നമ്മൾ മാറും. നമ്മുടെ തൗഹീദ് ശരിയാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളാകുന്ന സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ പരിപൂർണ വിജയം വരിച്ചവരായ ആളുകളായി മാറൂ എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, എന്നെയും നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി ഉണർത്തി ഓർമ്മപ്പെടുത്തി, നാളെ അല്ലാഹുവിന്റെ സ്വർഗം ഇതുപോലെ ഒരുമിച്ചിരിക്കാനും ഒത്തുചേരാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി അവസാനത്തിലേക്ക് പോവുകയാണ്. ഒരു സിദ്ദീഖ് അൻസാരിയുടെ ഒരു പ്രഭാഷണമുണ്ട്. അതിനു മുമ്പായിട്ടൊരു ചെറിയൊരു കാര്യം അറിയിക്കുകയാണ്. MSM മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ 2004 ഹൈസെക് പരിപാടി സെപ്റ്റംബർ 17 തിരൂർ വെച്ച് നടത്തപ്പെടുകയാണ്. സെപ്റ്റംബർ 17 തിരൂർ MSMൻ്റെ ഹൈസെക് പരിപാടി നടത്തുകയാണ്. അതിന് നമ്മൾ MSMൻ്റെ കുട്ടികളെ എല്ലാ ശാഖയിൽ നിന്നും എത്തി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സമാപന പ്രഭാഷണത്തിന് വേണ്ടി സിദ്ദീഖ് അൻസാരിയെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് ആശിം അജി നന്ദി പറയും. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാവും. സിദ്ദീഖ് അൻസാരി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, KNM-ൻ്റെയും ISM, MSM, MGM-ൻ്റെയും ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാർ, നമ്മളിവിടെ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയും നമ്മുടെ ആദർശവും നമ്മുടെ വ്യക്തിത്വവും ഏതൊക്കെ രൂപത്തിലായിരിക്കണം എന്നുള്ള വിശകലനമാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു പരിപാടി സംസ്ഥാന കമ്മിറ്റി നമ്മളോട് പറഞ്ഞു. നമ്മളിത് ഈ രൂപത്തിൽ വളരെ വിജയകരമായിട്ട് നടത്തിയതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമായിട്ടുള്ളത്, നമ്മുടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ, ശ്രേഷ്ഠ ജീവിതം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന ഒരു ടൈറ്റിലാണ് നമ്മളൊരു ക്യാമ്പയിൻ നടക്കുന്നത്. അതിൻ്റെ പരിപാടികൾ നമുക്കറിയാം, ജില്ലാ തലങ്ങളിലും പല മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷെ പല മണ്ഡലങ്ങളിലും ഇതുവരെ അതിൻ്റെ പ്രചരണ ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി ഇതുവരെ നടന്നിട്ടില്ല. ശാഖകളിൽ വളരെ കുറച്ച് ശാഖകൾ മാത്രമാണ് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഇതിൻ്റെ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ നമ്മളെ ഈ പരിപാടിക്ക് വന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ 5 പ്രഭാഷണങ്ങളാണ്. ഒന്ന് നമ്മുടെ ആദർശം, തൗഹീദ്, ശിർക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൗഢമായൊരു ക്ലാസ്. രണ്ടാമത്തെ ആഖിറത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മുടെ അബ്ദുൽ വഹാബ് നമ്മളെ സ്വലാഹി ഇവിടെ പ്രസംഗിച്ച്. മൂന്നാമത്തേത് നമ്മുടെ റിസാലത്ത് അഥവാ പ്രവാചക സുന്നത്തിനെ പറ്റി സഹോദരൻ പണ്ഡിതൻ അബ്ദുൽ ബാരി ഇവിടെ വിശദീകരിച്ചു. നമ്മുടെ സംഘടന എങ്ങനെയായിരിക്കണം, നമ്മുടെ കൂടെയുള്ളവരോടും നമ്മുടെ താഴെയുള്ളവരിലും നമ്മുടെ മുകളിലുള്ളവരോടുമുള്ള സ്വഭാവ മഹിമകൾ എന്തൊക്കെയായിരിക്കണമെന്നും, നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന മറ്റ് ഇതര സമൂഹങ്ങളുമായി നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെയായിരിക്കണമെന്നുള്ള 5 പ്രബന്ധങ്ങളാണ് ഓരോ ശാഖയിലും സെക്രട്ടറി പ്രസിഡന്റുമാരും വിളിച്ചുകൂട്ടി, നമ്മുടെ നാട്ടിലുള്ള ഖുതുബ നിർവഹിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും വിളിച്ചുകൂട്ടി, പ്രസംഗിക്കുവാൻ കഴിവുള്ളവരെ വിളിച്ചുകൂട്ടി, MGM-ഉം ISM-ഉം MSM-ൻ്റെയും മണ്ഡലം തലങ്ങളിലുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഭാരവാഹികളെ വിളിച്ചുകൂട്ടി പറയാൻ കാരണം, നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ശാഖകളിൽ ഒരു പരിപാടിയെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ആസൂത്രണം ചെയ്യണം. അങ്ങനെ ആസൂത്രണം ചെയ്ത് നമ്മൾ ചലനമുണ്ടാക്കണം. നമ്മൾ ചലനമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സംഘാടകൻ വിനീതമായ ഒരു അപേക്ഷ ഞങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയാണ് നമ്മളല്ലാത്ത നമ്മുടെ ആദർശ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വളരും. നിങ്ങളിത് ആലോചിച്ച് നോക്കുക, നമ്മളെ ജില്ലയിലേക്കും മണ്ഡലങ്ങളിലേക്കും എവിടെയാണോ ചലനങ്ങൾ നടക്കുന്നത്, എവിടെയാണോ കുടുംബസംഗമങ്ങൾ നടക്കുന്നത്, എവിടെയാണോ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നത്, എവിടെയാണ് വിജ്ഞാന സദസ്സുകൾ നടക്കുന്നത്, ആ ശാഖകളിൽ ഇസ്ലാമിൻ്റെ ചില വ്യത്യസ്തമായ ആരാധനകളുടെ തീവ്രത കാണിച്ച്, സുന്നത്തുകളുടെ അമിതമായ അനുഭവം കാണിച്ച് ചില ആളുകൾ ഇടപെടുന്നു. അവിടെ ആ നാട്ടുകാർ ഒരു കൊല്ലമായിട്ട് ഒരു പരിപാടി നടന്നിട്ടില്ല. അവിടെ KNM ഉണ്ട്, ISM ഉണ്ട്, MSM ഉണ്ട്, MGM ഉണ്ട്. പക്ഷെ ഇതുവരെ ഒന്നിച്ചു കൂടി അവിടെ ഒന്നും നടക്കാത്ത വരണ്ട ഒരു ശാഖയിലേക്കാണ് ചില പ്രത്യേക ആളുകൾ സ്വഭാവത്തോടു കൂടി വരിക. അപ്പൊ പറയുകയാണെന്തായാലും ഇതുവരെ തിരക്കടില്ലല്ലോ. എന്നിട്ട് നമ്മുടെ പ്രവർത്തകന്മാരെന്ത് ചെയ്യാന്നാലും അവിടെ പോയിട്ടിരിക്കുക, എന്നിട്ട് അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തുടനീളം സജീവമാക്കുന്നതിനും ദാവത്തെത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ. അതുകൊണ്ട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം, പൊതുപരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ അടുത്ത എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത്
ബഹുമാനിയായ TP അബ്ദുള്ള കോയ മദനി പറഞ്ഞത്, ഒരു കുടുംബ സംഗമം എങ്കിലും ഈ ക്യാമ്പയിന്റെ ഭാഗമായി 162 ശാഖകളാണ് നമുക്കുള്ളത്. നമ്മുടെ ജില്ലയിൽ 14 മണ്ഡലങ്ങളുണ്ട്. ഈ 162 ശാഖകളിലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പരിപാടിയെങ്കിലും നടത്താൻ ഇവിടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുണ്ട്. ശാഖകളിൽ പോയി യോഗം നടത്തി നമ്മുടെ ദാവാ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മിമ്പറുകളിൽ നമ്മളല്ലാത്തവരത് കയ്യേറും. നമ്മുടെ നാടുകളിൽ എന്ന ഉത്തരവാദിത്തം മറ്റുള്ളവർ കയ്യേറും. എന്നിട്ട് നമ്മൾ പറയേണ്ടി വരും, എന്ത് അവരാണോ അത് എൻ്റെ പ്രവർത്തനം, ആരാ പൈസ തരുന്നത്, നിങ്ങളൊരു ഖത്തീബിനെ തരും, നിങ്ങളൊരു പ്രസംഗിക്കുന്ന ആളെ തരും, നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന ആളെ തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തകന്മാരോട് പറയാം. അവിടെ ഒന്നും നടക്കുന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. 5 വർഷമായി KNMന്റെ പ്രവർത്തനം. ഇൻഷാ അല്ലാഹ് ഈ 2025 ജനുവരി 1 നമ്മുടെ കേരളത്തിലുടനീളം ശാഖാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും പുതിയതായിരിക്കും. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. ഈ വർഷമാണ് KNMന്റെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാഖകളും മണ്ഡലങ്ങളും ജില്ലകളും സംസ്ഥാന കമ്മിറ്റിയും പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഒരു വർഷം. അതൊരു ഉന്മേഷത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകണം. രണ്ടാമതെന്ന് പറയാനുള്ളത്, അബ്ദുൽ ബാരി മൗലവിയുടെ പറഞ്ഞത്, സുബഹിക്ക് പള്ളിക്ക് നമ്മൾ വരണില്ല. KNMന്റെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല. അവരുടെ വ്യക്തി ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രിയവിക്രയങ്ങൾ, അവരുടെ വസ്ത്രധാരങ്ങൾ, ആ വീട്ടിൽ എല്ലാം നമ്മുടെ പ്രസ്ഥാന ആദർശത്തോട് ബന്ധമില്ല. സ്വാഭാവികമായി നമ്മളെ ചൂണ്ടിപ്പറയാണ്, ഇതാണ് KNMന്റെ സെക്രട്ടറി അല്ലേ, ഇതാണ് KNMന്റെ പ്രസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു ടീം രംഗത്ത് വന്ന് ഇതിലൊന്നും ബന്ധമില്ലാത്ത കുറെ സാധുക്കളായ ആളുകൾ എന്തെങ്കിലും നടന്നാൽ പോരെ, അവരൊക്കെ നല്ല 5 നേരം നിസ്കരിക്കുന്ന കുട്ടികളല്ലേ, പള്ളിയിൽ അവർ കൃത്യമായി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാന്നറിയോ, നേരത്തെ ഉള്ളിന്റെ ഉള്ളിൽ അതിശക്തമായ ശിർക്കാണ്. അനസ് മലയുടെ പറഞ്ഞത് ചെറുതല്ല, ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗമാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ ഖുറാഫികൾ പറയുന്ന മരിച്ചുപോയവരുടെ ആത്മാക്കളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു കൊടുത്ത കടിവിൽ നിന്നല്ലേ എന്ന് പറയുന്നതിനേക്കാളും ഭീകരമായ, മുജാഹിദുകൾക്കിടയിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ശിർക്കൻ വാദങ്ങൾക്കായിരിക്കും ഞാനും നിങ്ങളും അതിനെ എന്ത് ചെയ്യുന്നറിയോ, ഓശാന പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധർമ്മങ്ങൾ നിർവഹിച്ച് അവിടെ ചലനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ MSMനെയും ISMനെയും MGMനെയും കൂടെ നിർത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരണം. അതിന് സജീവമായി പ്രവർത്തിക്കണം. നമ്മളെ ഈ കൂടിയ ഈ ആൾക്കൂട്ടം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ജില്ലാ കമ്മിറ്റി ഇതുപോലെ കൂടി എന്നിട്ട് ദായിമാരെ വിളിക്കണം, ഖത്തീബുമാരെ വിളിക്കണം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തകരെ വിളിക്കണം. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണം, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. ലക്ഷ്യമറിയാതെ നമ്മൾ ആരാണെന്നറിയാതെ നമുക്കിടയിൽ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ മറ്റു മാർഗങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കി, പ്രൗഢമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടത്തി. നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ മണ്ഡലത്തിന് കിട്ടേണ്ടത്, നമ്മുടെ ശാഖക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളിന്ന് പിരിഞ്ഞു പോകുക, നമ്മുടെ ശാഖയിലേക്ക് മീറ്റിംഗ് വിളിക്കുക, എന്നിട്ടൊരു പ്രോഗ്രാം, ഒരു കുടുംബ സംഘമെങ്കിലും നമ്മുടെ ശാഖയിൽ നടത്തണം എന്ന നിർബന്ധത്തോടു കൂടി മുന്നോട്ട് പോവുക. വളരെ കുറച്ചു കാലം നമ്മുടെ മുഹമ്മദ് മദനി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സെക്രട്ടറിയാണ്. ഇവിടെ പലരും അദ്ദേഹത്തിന്റെ പ്രസംഗനൊക്കെ കേട്ടു. അദ്ദേഹം രോഗിയാണ്, അദ്ദേഹം വലിയൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞു, മുജാഹിദുകളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കും ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രസംഗിക്കുന്നതെന്ന്. കുറെ കാലം നമ്മുടെ സംഘടനാ രംഗത്തുണ്ടായി. ഇപ്പോൾ അദ്ദേഹം അസുഖമായി കിടക്കുകയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സന്ദർശിക്കുന്നതിനുള്ള അനുവാദമില്ല എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗിൽ പറഞ്ഞത്. മുഹമ്മദ് മൗലവിയുടെ അസുഖം പൂർണ്ണമായും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ ഒരുപാട് ആൾ ഇന്നിപ്പോ യോഗത്തിന് വന്ന് താഴെന്ന് മേലേക്ക് കയറാൻ വയ്യാത്ത നമ്മുടെ സഹോദരന്മാരുണ്ട്, വീടുകളിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജില്ലയുടെ പ്രതിനിധികൾ നിങ്ങളുടെ മണ്ഡലത്തിൽ വരുമ്പോൾ ഒന്ന് പറയാ,
ഇത്ര ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു സഹോദരന്റെ അസുഖമായി കിടക്കുന്നു. ഒന്ന് സന്ദർശിക്കാൻ, ആ മരണ വാർത്ത ഒന്ന് അറിയിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിയാറത്ത് ചെയ്ത ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. വജബത്ത് മഹബ്ബത്തി, ഒരു ഖുദ്സിയ ഹദീസാണ്. അള്ളാഹ് പറയാണ്, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്നേഹം, എൻ്റെതായിട്ടുള്ള പ്രിയം അത് നിർബന്ധമായി ലഭിക്കുമെന്നതാണ്. ലിൽ മുതജാലിസീന ഫിയ്യ വൽ മുതസാവിരീന ഫിയ്യ വൽ മുതബാദിലീന ഫിയ്യ വൽ മുതസാവിരീന ഫിയ്യ. എനിക്ക് വേണ്ടി ഒന്നിച്ചിരിക്കുന്നവർ, എനിക്ക് വേണ്ടി സന്ദർശിക്കുന്നവർ, എനിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ, എനിക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നവർ, ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് സഹോദരന്മാര്, നമ്മൾ പരസ്പരം സന്ദർശിക്കാൻ, പരസ്പരം പ്രാർത്ഥിക്കാൻ, പരസ്പരം സിയാറത്ത് ചെയ്യാൻ, അങ്ങനെ ഈടുറ്റ ഒരു ആദർശ ബന്ധമായി അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഒരു പ്രോജ്വലമായ ഒരു പ്രൊജക്ട് പുത്തനത്താണിയിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാഖയിൽ നിന്ന് വന്ന ആളുകളോട്, ISM, MSM, MGM പ്രവർത്തകരോട് അതൊന്ന് സന്ദർശിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. 4 പ്രൊജക്ടുകളാണ് അതിലുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു പള്ളി പുത്തനത്താണി ടൗണിൽ തൊട്ടടുത്ത് നാഷണൽ ഹൈവേയുടെ അടുത്ത് ഉയർന്നു വരികയാണ്. പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് ക്ലിനിക്ക്, അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹോസ്പിറ്റല്, അതുപോലെ നമ്മുടെ സംഘടനക്കുള്ള ഒരു ഓഫീസ്, അത് 4ന്റെയും പണി തുടങ്ങുകയാണ്. നമുക്കറിയാം, ഓരോ മണ്ഡലത്തിലും വന്ന് ഈ വിഷയം വിശദീകരിച്ചു. അവിടെ പല ആളുകളും ഇതിലേക്ക് സംഭാവനകൾ നൽകി, ചില ആൾക്കാർ ഓഫർ നൽകിയിട്ടുണ്ട്. ഇനിയും കുറെ ആളുകളെ കാണാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾ പറയുന്നത് അടുത്ത റമദാനിന് മുമ്പ് നമുക്ക് ആ പള്ളി ഉദ്ഘാടനം ചെയ്യണം, അവിടെയുള്ള ക്ലിനിക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഉദ്ഘാടനം ചെയ്യണം. അവിടെ പാലിയേറ്റീവ് ഹോസ്പിറ്റലുകൾ ആരംഭിക്കുന്നുണ്ട്, അതിന്റെ തുടക്കം കുറിക്കണം. അതിന് ഭീമമായ ഒരു സംഖ്യ നമ്മൾ സ്വരൂപിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ നടത്തുന്നത്. 10-20 സെന്റ് സ്ഥലം നമുക്ക് അതിന് നാഷണൽ ഹൈവേയിലാണ് തന്നിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു ഭൂമി ഒരു കുടുംബം ധർമ്മം ചെയ്തതാണിത്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വന്ന ആളുകൾക്കും ഇവിടെ പ്രസംഗിച്ച ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി പ്രകടനത്തിന് വേണ്ടി ആശമാജിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ക്യാമ്പയിന്റെ ഒരു പരിപാടിയെങ്കിലും കുടുംബസംഗമമായിട്ട് എല്ലാ ശാഖയിലും നടത്തുക. പിന്നെ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ KNMന്റെ പ്രവർത്തകരും അവരുടെ വരുമാനത്തിനനുസരിച്ച് 1 മാസത്തെ ശമ്പളമോ കൂലിയോ ആദായമോ ഇതിന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നമ്മളെ 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ. അതിനുവേണ്ടി മണ്ഡലം യോഗങ്ങൾ വിളിക്കുവാനും ശാഖയിലേക്ക് ഓരോ പ്രവർത്തകനും അവന്റെ വിഹിതം ഉറപ്പുവരുത്തുക.